വ്രതവിശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. നാടെങ്ങും പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. പരസ്പരം ആശംസകൾ അറിയിച്ചും സ്നേഹം പുതുക്കിയും വിശ്വാസികൾ ചെറിയ പെരുന്നാളിൻ്റെ സന്തോഷം പങ്കുവച്ചു. وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. ഇന്ന് ചെറിയ പെരുന്നാൾ. 29 ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന ആത്മസംസ്കരണത്തിന്റെയും വ്രതശുദ്ധിയുടെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് ശവ്വാൽ അമ്പിളി മാനത്ത് തെളിഞ്ഞിരിക്കുന്നു. വെറുമൊരു ആഘോഷത്തിനപ്പുറം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിച്ചെടുത്ത ഒരു വിശ്വാസിയുടെ ആത്മനിർവൃതിയുടെ ദിനമാണിന്ന്. ഗൾഫ് നാടുകളിലും നാട്ടിലും ഒരേ ദിവസം പെരുന്നാൾ എത്തിയെന്നത് ഈ വർഷത്തെ ആഘോഷത്തിന് ഇരട്ടി മധുരം പകരുന്നു. സ്നേഹത്തിന്റെയും കൂടിച്ചേരലുകളുടെയും ആഘോഷമാണ് ചെറിയ പെരുന്നാൾ. നന്മകളാൽ സ്ഫുടം ചെയ്ത ആത്മീയ ഊർജവുമായിട്ടാണ് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായ വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. നമസ്കാരത്തിന് പണ്ഡിതന്മാരും ഇമാമുമാരും നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അർ-റഹ്മാനിർ റഹീം. صراط الذين أنعمت عليهم والذي أخرج المرعى فجعله غثاء أحوى. റമദാൻ എന്ന പുണ്യമാസം പകർന്നു നൽകിയ ക്ഷമയുടെയും സഹനത്തിന്റെയും പാഠങ്ങളാണ് ഈദിന്റെ യഥാർത്ഥ അന്തസത്ത. പുലർച്ചെ മുതൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും ഉയർന്ന തക്ബീർ ധ്വനികൾ ഭക്തിയുടെയും വിനയത്തിന്റെയും അടയാളങ്ങളാണ്. ഈദ് എന്നാൽ ആഘോഷമെന്നും ഫിത്തർ എന്നാൽ നോമ്പ് തുറക്കലെന്നുമാണ് അർത്ഥമെങ്കിലും അത് വിഭാവനം ചെയ്യുന്നത് മനുഷ്യത്വത്തിന്റെ വലിയൊരു സന്ദേശമാണ്. വിശപ്പിന്റെ വിലയറിഞ്ഞ 30 നാളുകൾക്ക് ശേഷം ആരും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ നൽകുന്ന ഫിത്തർ സക്കാത്ത് ഈ ആഘോഷത്തെ അർത്ഥപൂർണമാക്കുന്നു. ദരിദ്രനും ധനികനും ഒരേ നിരയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിവേചനങ്ങൾ ഇല്ലാതാകുന്നു. മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയാണ് ഈ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകത. ശവ്വാലമ്പിളി മാനത്തു തെളിഞ്ഞതോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ഒരുക്കം തുടങ്ങിയിരുന്നു. കൈകളിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ചും ചെറിയ പെരുന്നാൾ ദിനത്തെ വിശ്വാസികൾ സമ്പന്നമാക്കി. മതസാഹോദര്യത്തിന്റെ മണ്ണായ കേരളത്തിൽ ഈ ചെറിയ പെരുന്നാൾ കേവലം ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും വലിയൊരു മാനുഷിക ഉത്സവമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.